ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു രസകരമായിട്ടുള്ള സിനിമാ വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. തമിഴിൽ നിന്നാണത്. നയൻതാരയ്ക്ക് 100 കോടി വരെ പ്രതിഫലം വാഗ്ദാനം വന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ആരാണ് ഇത്രയും തുക വാഗ്ദാനം ചെയ്തത് എന്നറിയണോ? അതാരാണെന്ന് വെച്ചാൽ ശരവണ സ്റ്റോർസിൻ്റെ ഉടമയായിട്ടുള്ള ലെജൻഡ് ശരവണനാണ് ഇത്രയും വലിയൊരു തുക വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. തൻ്റെ പുതിയ സിനിമയിലേക്കാണ് ഇവർക്ക് ഇത്രയും വലിയൊരു തുക അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. പക്ഷേ നയൻതാര അത് വേണ്ടെന്ന് വെച്ചു. 2022 ദ ലെജൻഡ് എന്ന് പറയുന്ന ഒരു സിനിമ ലെജൻഡ് ശരവണൻ ഇറക്കുന്നത്. അദ്ദേഹം തന്നെ നായകനായിട്ട് ലെജൻഡ് എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും വലിയ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ സിനിമയിൽ റായ് ലക്ഷ്മിയും അതുപോലെ തന്നെ ഉർവശി റൗട്ടേലയും പോലെയുള്ള ബോളിവുഡ് സുന്ദരിമാരൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയായിരുന്നു. എന്നിട്ടും ഇറക്കിയ കാശിൻ്റെ 10 പോലും അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ളത് അദ്ദേഹത്തിന് വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതൊരു പരസ്യമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണെന്നാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നുക. അതെന്തൊക്കെ ആവട്ടെ, അത് ശരവണൻ മുതലാളിയുടെ ഇഷ്ടം. പിന്നെ നയൻതാര ഈ അടുത്ത് കിങ് ഖാൻ്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ട് ജവാനിലൊക്കെ അഭിനയിച്ചിട്ട് ഇത്രയും കോൺഫിഡൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. 100 കോടിയൊക്കെ വാഗ്ദാനം കിട്ടിയിട്ടും അവരത് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയായാലും അവരുടെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. ശരവണൻ മുതലാളിയുടെ ഈ അരവണ പടത്തിൽ അഭിനയിക്കേണ്ട എന്നുള്ള അവരുടെ ഒരു തീരുമാനം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ബൈ.